വചനോദയം. മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 5-ാം അധ്യായം 43 മുതൽ 48 വരെയുള്ള തിരുവചനങ്ങൾ. അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീരും. അവിടുന്ന് ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്യിക്കുകയും ചെയ്യുന്നു. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്കെന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ചുങ്കക്കാർ പോലും അതുതന്നെ ചെയ്യുന്നില്ലേ? സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? വിജാതീയരും അതുതന്നെ ചെയ്യുന്നില്ലേ? അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. വചന വിചിന്തനം. യേശുവിൻ്റെ കാലത്തെ ഒരു പൊതു സാംസ്കാരിക മാനദണ്ഡമെന്നത് നമ്മെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിക്കുക എന്നതാണ്. യേശു ക്രിസ്തു ആ ധാരണയെ മുഴുവനായി തിരുത്തി എഴുതുന്നു. നമ്മുടെ അയൽക്കാരെ മാത്രമല്ല, ശത്രുക്കളെ സ്നേഹിക്കാനും നമ്മെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും യേശു കൽപ്പിക്കുന്നു. ഈ പഠനം ക്രിസ്തീയ സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും സത്തയെ വ്യക്തമാക്കുന്നു. ശത്രുക്കളെ സ്നേഹിക്കുന്നതിലൂടെ നാം ദൈവത്തിൻ്റെ അതിരുകളില്ലാത്ത സ്നേഹവും കരുണയും അനുകരിക്കുന്നു. ഇത്തരത്തിലുള്ള സ്നേഹം നമ്മെ യഥാർത്ഥ ക്രിസ്ത്യാനികളായി വേറിട്ട് നിർത്തുകയും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിവർത്തന ശക്തി പ്രകടമാക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണരായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ എന്ന യേശുവിൻ്റെ വാക്കുകളോടെയാണ് ഈ ഭാഗം അവസാനിക്കുന്നത്. പൂർണ്ണതയിലേക്കുള്ള ഈ ക്ഷണം ദൈവത്തിൻ്റെ സ്വഭാവത്തെ അനുകരിക്കാനുള്ള ആഹ്വാനമാണ്. ദൈവസ്നേഹം നിഷ്പക്ഷവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമാകണം. നമ്മുടെ സുഖസൗകര്യങ്ങൾക്കും സാംസ്കാരിക അതിരുകൾക്കുമപ്പുറവും സ്നേഹത്തെ പ്രതിഫലിപ്പിക്കുന്ന പ്രവർത്തികളുണ്ടാകണം. നമ്മെ എതിർക്കുന്നവരോട് പോലും സ്നേഹവും അനുകമ്പയും നൽകി യഥാർത്ഥ വിശ്വാസത്തിൽ വളരുവാൻ ഈ വചനം നമ്മെ വിളിക്കുന്നു. ഈ സമൂലമായ സ്നേഹം യേശുക്രിസ്തുവിനെ പൂർണ്ണമായി അനുഗമിക്കുന്നതും നമ്മുടെ വീക്ഷണങ്ങളും പ്രവൃത്തികളും യേശുവിൻ്റെ മനോഭാവം പ്രതിഫലിക്കുന്നതുമാകട്ടെ.